രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ്, സാറേ വിളക്ക് കത്തിക്കുമ്പോൾ എത്ര തിരി വേണം? വിളക്ക് കരിന്തിരി എരിയാമോ? വിളക്ക് നമ്മൾ എങ്ങനെയാണ് അണയ്ക്കേണ്ടത്? ഊതി അണയ്ക്കാമോ അല്ലെങ്കിൽ തിരി എണ്ണയിൽ താഴ്ത്തി അണയ്ക്കാമോ? ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് ഇടുന്നത്. അതായത് ഞാൻ ഓരോ തിരിയുടെയും പ്രാധാന്യം പറഞ്ഞു തരാം. നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു തിരിയിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ അത് നല്ലതല്ല, ആരോഗ്യമില്ലായ്മയാണ്. ശാരീരികമായ ആരോഗ്യത്തിന് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു തിരി വേണ്ട. 2 തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യമുണ്ടാകും, സന്തതി ഭാഗ്യമുണ്ടാകാം, സൗഭാഗ്യങ്ങളുണ്ടാകാം. അതുകൊണ്ട് 2 തിരിയിട്ട് കത്തിക്കുന്നത് നല്ലതാണ്. 3 തിരിയിട്ട് കത്തിക്കരുത്. രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകും. രോഗ അരിഷ്ടതകൾ ഉണ്ടാകുന്നത് 3 തിരിയിട്ട് കത്തിക്കുമ്പോഴാണ്. 4 തിരിയിട്ട് കത്തിക്കരുത്. ആ വീട്ടിൽ ദാരിദ്ര്യം ഒഴിയത്തില്ല, അവിടെ എപ്പോഴും ദാരിദ്ര്യം ഉണ്ടായിരിക്കും. 5 തിരിയിട്ട് കത്തിക്കുന്നത് വളരെ ശുഭകരമാണ്. അതുകൊണ്ട് 5 തിരിയിട്ട് കത്തിക്കാം. 7 തിരിയിട്ട് കത്തിക്കുന്നത് സർവമംഗളകരമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് 7 തിരിയിട്ട് കത്തിക്കാം. മിക്കവാറും കല്യാണം തുടങ്ങിയ മംഗള അവസരങ്ങളിൽ 5 തിരിയോ 7 തിരിയോ ആണ് ഇടുന്നത്. നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഒന്നുകിൽ 2 തിരി, അല്ലെങ്കിൽ 5 തിരി, അല്ലെങ്കിൽ 7 തിരി, ഇതാണ് ഉത്തമം. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ എത്ര തിരി വേണം എന്ന സംശയം നിങ്ങൾക്ക് തീർന്നല്ലോ. ഒന്നുകിൽ 2 തിരി, അല്ലെങ്കിൽ 5 തിരി, അല്ലെങ്കിൽ 7 തിരി. സാധാരണ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ 2 തിരി നല്ലതാണ്. മംഗളകർമ്മങ്ങൾക്ക്, വിവാഹം അങ്ങനെയൊക്കെയുള്ള മംഗളകർമ്മങ്ങൾക്ക് 7 തിരി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വിളക്ക് കത്തിക്കുമ്പോൾ കിഴക്ക് വശത്തുള്ള തിരി വേണം ആദ്യം കത്തിക്കാൻ. ആദ്യം കിഴക്ക് വശത്തുള്ള തിരി കത്തിക്കണം. അങ്ങനെ കത്തിക്കുമ്പോൾ ഒരു മന്ത്രം പറയണം. ആ പറയുന്ന മന്ത്രം നിങ്ങളിപ്പോൾ വീഡിയോ നോക്കിയാൽ അതിനകത്ത് ഞാൻ എഴുതി കാണിക്കും. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ എഴുതിയെടുത്താൽ മതി. അങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പറയേണ്ട മന്ത്രം ചിത് പിംഗല ഹന ഹന ദഹ ദഹ പജ പജ സർവജ്ഞ ജ്ഞാപയ സ്വാഹ. ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാം. ചിത് പിംഗല ഹന ഹന ദഹ ദഹ പജ പജ സർവജ്ഞ ജ്ഞാപയ സ്വാഹ. സ്വാഹയെങ്കിലുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. സ്വാഹ അതുണ്ട്. അപ്പം നമ്മളിത് വിളക്ക് കത്തിക്കാൻ ഇങ്ങനെ തീപ്പെട്ടി വരച്ചിട്ട് നമ്മളിങ്ങനെ കത്തിക്കുമല്ലോ. കത്തിക്കുമ്പോഴാണ് ഈ മന്ത്രം പറയേണ്ടത്. ഇനി നമ്മൾ തിരി കത്തിച്ചു. 2 തിരിയെങ്കിൽ 2 തിരി, 5 തിരിയെങ്കിൽ 5 തിരി. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അഗ്നിപൂജ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിന് നമ്മുടെ കയ്യിൽ സ്വല്പം പുഷ്പങ്ങൾ വേണം. ഏത് പുഷ്പമായാലും മതി. അപ്പോൾ വിളക്ക് കത്തിച്ച് തീർന്നാൽ ഉടനെ നിങ്ങൾ അഗ്നിപൂജ ചെയ്യണം. ഓം വൈശ്വാനര ജാതവേദ ഇഹാവഹ ലോഹിതാക്ഷ സർവകർമ്മണം സാധായ സ്വാഹ. അങ്ങനെ പറഞ്ഞിട്ട് 3 പൂവ് ആ ദീപത്തിലേക്ക് അർപ്പിക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ മുമ്പിലേക്ക് ഇട്ടാലും മതി. ദീപത്തിനകത്തിടണോ, നല്ല വൃദ്ധം കത്തിച്ചിരിക്കുന്ന വിളക്കിൻ്റെ മുന്നിലേക്കോ തട്ടത്തിലേക്കോ നമ്മൾ ആ ദീപത്തിലേക്ക് അർച്ചിക്കണം 3 പൂവ്. മനസ്സിലായല്ലോ? അത് വീഡിയോയിൽ എഴുതി കാണിക്കുക. ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഓം വൈശ്വാനര ജാതവേദ ഇഹാവഹലോകിതാക്ഷ സർവകർമ്മണം സാധായ സ്വാഹ. പിന്നെ ഒരു കാരണവശാലും കരിന്തിരി കത്താൻ ഇട കൊടുക്കരുത്. അത് വീട്ടിൽ ദോഷം ചെയ്യും. വിളക്ക് കത്തിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ആദ്യം ഒരു ദിവസം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. കാരണം ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ വിളക്ക് നിറച്ച് എണ്ണ നിറച്ചതിന് ശേഷം തിരി കത്തിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് എണ്ണ വറ്റി ഒരുവിധം വറ്റി വരുന്ന സമയം നോക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആണെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങളുടെ വിളക്കിൻ്റെ അളവനുസരിച്ച് അതിൽ ഈ എണ്ണ വറ്റുന്ന സമയം ഏതോ ആ സമയത്ത് വന്ന് അണയ്ക്കണം. എങ്ങനെയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന തിരി അണയ്ക്കേണ്ടത്? കത്തിക്കൊണ്ടിരിക്കുന്ന തിരി അണയ്ക്കേണ്ടത് വസ്ത്രം കൊണ്ട് ഇങ്ങനെ വീശി അണയ്ക്കണം. മനസ്സിലായില്ലേ? കത്തിക്കൊണ്ടിരിക്കുന്ന തിരി വസ്ത്രം കൊണ്ട് വീശി അണയ്ക്കണം. അതുപോലെ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഈ വരുന്ന 6-ാം തീയതി, ഓഗസ്റ്റ് 6-ാം തീയതി തൊട്ട് മരണത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന, ആത്മാവിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന പ്രപഞ്ചത്തിലെ ഒരേ ഒരു പുസ്തകമായ ഉപനിഷത്ത്, കഠോപനിഷത്തിൻ്റെ ക്ലാസ് ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആരംഭിക്കുന്നതാണ്. നിങ്ങൾ ആ മരണ രഹസ്യം തേടിയുള്ള യാത്ര, എന്താണ് മരണം, പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്വർഗലോകത്തെത്തുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗലോകത്തെത്തുന്നത്, ഇതാണ് കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന 6-ാം തീയതി തൊട്ട് കഠോപനിഷത്ത് പഠിപ്പിക്കുന്നത് ആയിരിക്കും. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മനസ്സിലല്ലേ? അതായത് കൃഷ്ണന്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയമാണ്, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയാണ്. മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി വെള്ളിയാഴ്ച 12 മണിക്ക് നമുക്ക് ഏതുണ്ട്, പിന്നെ ധർമ്മപദമുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കൊല്ലത്തുള്ളതാണ്, വേണ്ടവർക്ക് ഇവിടെ വന്ന് പഠിക്കാം. ജ്യോതിഷമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം 96453339 വിളിച്ചാൽ മതി. അപ്പം നമുക്ക് എങ്ങനെയാണ് വിളക്കണയ്ക്കുന്നത്? ഒന്ന്, നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് ഈ വസ്ത്രം കൊണ്ട് ഇങ്ങനെ വീശി അണയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പം അങ്ങനെ ചെയ്താൽ ഈ അഗ്നി അണയപ്പെടുന്ന അഗ്നി ദേവലോകത്ത് ചെല്ലുമ്പോൾ തനിക്ക് വസ്ത്രം ലഭിച്ചതായി അഭിമാനിക്കും. അപ്പം അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. അതുകൊണ്ട് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന തിരി എങ്ങനെ അണയ്ക്കണമെന്ന് ചോദിച്ചാൽ വസ്ത്രം കൊണ്ട് വീശി അണയ്ക്കുന്നത് ഉത്തമം. പിന്നെ കൈവച്ചിങ്ങനെ നമുക്ക് വീശി അണയ്ക്കാം, അത് മധ്യമം. കൈവശിങ്ങനെ വീശി അണയ്ക്കുന്നത് മധ്യമം. എണ്ണ തിരിക്കകത്ത്, പിന്നെ തിരി എണ്ണയ്ക്കകത്ത് മുക്കി നമുക്ക് അണയ്ക്കാം, അത് അധമമാണ്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അധമം. പിന്നെ ഫൂന്നിങ്ങനെ ഊതിക്കിടത്തും, അത് വർജ്യം, അത് ചെയ്യരുത്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും എണ്ണ തിരിയിൽ മുക്കി കെടുത്തരുതേ, അത് ദോഷം ചെയ്യും. ഊതിക്കെടുത്തരുത്, അത് തീരെ വർജ്യം. അപ്പം നിങ്ങൾ എങ്ങനെ അണയ്ക്കണമെന്ന് ചോദിച്ചാൽ വസ്ത്രം കൊണ്ട് വീശി അണയ്ക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് വീശി അണയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്നു മുതൽ ഇത് ശ്രദ്ധിച്ച് എൻ്റെ രാധേ രാധേ ചാനലിലെ ആൾക്കാർ ദീപം കത്തിക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.